Sir, in the newspaper, Modi ji said, don't disturb to the tourists. So all the tourists, they are staying here, but they are not allowing tourists there. Since yesterday we are waiting and we are having ticket of today. मोदी जी ने कहा कि 2 दिन तक जितने हमें यहाँ पे किसी को परेशान नहीं किया जाए, लेकिन यहाँ पे 2 दिन से सबको रोका हुआ है. From the army, Some family is coming from 2,000 kilometers, some is 3,000 kilometers. Sir, please support, sir. 3000 കിലോമീറ്ററിന് അപ്പുറത്തു നിന്ന് വന്ന ടൂറിസ്റ്റുകൾ വരെ ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്ന് വന്ന ആളുകളെ ഒന്നും തന്നെ ഈ ക്ഷേത്ര ദർശനത്തിനോ അല്ലെങ്കിൽ ബീച്ച് കാണുന്നതിനോ ഒന്നും തന്നെ കടത്തിവിടാത്തൊരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ ഒരു പ്രതിഷേധ സ്വരം കൂടിയാണ് ഇവിടെ കേൾക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കനത്ത സുരക്ഷാ വലയത്തിലാണ് കന്യാകുമാരി ജില്ലയും അതുപോലെ തന്നെ വിവേകാനന്ദ പാറയും തീരപ്രദേശവും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വന്ന ആളുകൾക്ക് മോദിയെ കാണണമെന്നൊരു ആഗ്രഹം കൂടി അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിരിക്കുന്നത് ടൂറിസത്തിന്റെ ഭാഗമായി ഒപ്പം പ്രധാനമന്ത്രി കാണുക കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് വന്ന ആളുകളുമുണ്ട്. പക്ഷേ അവരൊന്നും ഈ സുരക്ഷയുടെ ഭാഗമായി അകത്തേക്ക് കയറ്റിവിടാത്തതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി വരുന്നതിന്റെ പരിസരത്തേക്ക് പോലും അവർക്ക് പോകാനാവില്ല. അതിന്റെ ഒരു പ്രതിഷേധം കൂടിയാണ് അവർ ഉയർത്തുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഇവിടെ പ്രധാനമായും ആളുകൾ വരുന്നത് ഈ വിവേകാനന്ദ പാറയിലേക്ക് ബോട്ടിൽ കയറി പോവുക, ഒപ്പം ബീച്ചിലേക്ക് പോവുക, ഒപ്പം കന്യാകുമാരിയിലെ ക്ഷേത്രം ദർശിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ആൾക്കാർ ഇവിടേക്ക് വരുന്നത്. ഇത്തവണ പ്രധാനമന്ത്രി വരുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ കന്യാകുമാരി കാണുക, അതിനോടൊപ്പം പ്രധാനമന്ത്രിയെയും കാണുക എന്നുള്ള ലക്ഷ്യം കൂടിയും അവർക്കുണ്ട്. ഈ 3000 കിലോമീറ്റർ ഉൾപ്പെടെ താണ്ടിക്കടന്നു വന്ന ആളുകളാണ് എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ അവരെ മോദിയെ കാണാൻ അനുവദിക്കണം എന്നൊരു ആവശ്യമാണ് അവർ പ്രധാനമായും പറയുന്നത്. Even Modi said he is open for the tourists. Army persons also.